യോഹന്നാൻ. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവന്റെ അമ്മ മറിയ ശുശ്രൂഷകന്മാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നമ്മുടെ കഥകളെ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ കർത്താവെ, ഇന്ന് രാത്രി സ്വർഗത്തിലെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. വചനത്തിന്റെ വെളിപ്പാടിന്റെ കലവറകൾ ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തുറക്കണം. വന്നിരിക്കുന്നവരെ ആരും ഇന്ന് രാത്രി കർത്താവ് വെറുതെ പറഞ്ഞേക്കാൻ ദൈവം അനുവദിക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷ പ്രാപിച്ചു തുടങ്ങുക. ഇന്ന് രാത്രിയിൽ അസാധാരണമായ ദൈവിക സാന്നിധ്യം കർത്താവ് നമ്മുടെ മേൽ കൈമാറുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. 2 3 പ്രാർത്ഥന കൂടി വരുന്നിടത്ത് ഞാനുണ്ട് എന്നരുളിയ ദൈവിക മഹത്വം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുള്ളത്. എല്ലാവരും പ്രാർത്ഥിച്ച് അതിരങ്ങൾ ചരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അമ്മവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. കർത്താവിന്റെ രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനത്തിന്റെ വെളിപ്പാടിന്റെ കലവറകൾ കർത്താവ് തുറക്കണമേ. സ്വർഗത്തിലെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിന് നല്ലവണ്ണം പരിഹാരം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് കർത്താവിനെ നന്ദി പറയുന്നു. ദൈവത്താൽ അധീക്ഷനാക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസന്റെ പിന്നാലെയായിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകന്മാർ സന്നിഹിതരായിരിക്കുന്ന ദൈവജനങ്ങൾ, വിശേഷാൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒന്നിലധികം ഫാമിലികൾ ഇവിടെയുണ്ട്. സ്തോത്രം. ക്ഷീച്ചാൻ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. സ്തോത്രം. പ്രസാദിച്ചാൻ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒത്തിരി സഹോദരങ്ങൾ ഇവിടെയുണ്ട്. വിശേഷാൽ സാമൂഹിക്കാലെ എന്നെ കാണുവാൻ കർത്താവ് അനുവദിച്ചു. ചെറിയ പ്രായത്തിൽ കണ്ടത് പിന്നെ കാണാൻ കർത്താവ് ഇടയാക്കിയല്ലോ. മനോഹരമായി പ്രയോജനം അനുഗ്രഹീത കർത്താവിന്റെ ദാസന്മാർ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ നിലയിൽ നമുക്ക് ദൈവത്തെ കാത്തിരിക്കാൻ കർത്താവ് ദൈവം നമ്മുടെ നിലവിൽ ചെയ്യട്ടെ. എന്റെ പേര് ദേവദാസന്മാർ പറഞ്ഞ പോലെ നോബി ഐസക്, കോട്ടയം കുമരകത്താണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ കോട്ടയം താഴ്ത്തങ്ങാടിൽ താമസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ കോളേജിൽ ദൈവജനം പഠിക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചു. വടവാതുള്ള PM ഫിലിപ്പ് സാറിന്റെ ബൈബിൾ കോളേജിൽ ദൈവജനം പഠിക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചു. കുമ്മനാട് 1 വർഷം PG കോഴ്സ് പഠിക്കുവാൻ കർത്താവ് എന്നെ അനുവദിച്ചു. ഇന്ന് പകൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയ, രാത്രി നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ഇടയാക്കുക എല്ലാ മുഖാന്തരങ്ങൾക്കും ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു. പല പ്രാർത്ഥനയുടെ മറുപടിയാണോ ഈ വേദിയിൽ നൽകുന്നത്. ഫേസ്ബുക്കിൽ പല പോസ്റ്റുകളിലൂടെയുള്ള സ്വകാര്യമാരൊക്കെ ഇടുമ്പോൾ ഞാൻ വിശ്വാസ പ്രാർത്ഥി, കർത്താവെ എന്നെ ആ വേദിയിൽ ഒന്ന് കയറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്നെ പഠിപ്പിച്ച എന്റെ പല അധ്യാപകന്മാർ PT തോമസ് സാർ ഉൾപ്പെടെ പലരും ആമേശ്വരം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, കർത്താവെ എന്നെ കൂടി ഒന്ന് കയറ്റണമേ ആ വേദിയിൽ. വിശ്വാസത്താൽ പറഞ്ഞു കർത്താവ് കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തെ കാത്തിരിക്കാം. കർത്താവ് ഇന്ന് രാത്രി വലിയവ നമ്മുടെ നരവിച്ചു. എത്ര പേർ സാമ്യം പറയാൻ പറ്റുന്നവരുണ്ട്? വളരെ സന്തോഷമുള്ള കരുത്തോടെ കർത്താവിന് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. 4 സുവിശേഷങ്ങളല്ല, സുവിശേഷത്തിന്റെ 4 വീക്ഷണങ്ങൾ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4ാമത്തെ സുവിശേഷകൻ അത്രേ യോഹന്നാൻ എന്ന് നമുക്ക് പഠിക്കാൻ കഴിയുകയാണ്. ശ്രദ്ധിച്ചോണം. മത്തായിക്കും മർക്കോസിനും ലൂക്കോസിനും ഇല്ലാത്ത ഒന്നിൽ അധികം പ്രത്യേകത യോഹന്നാൻ ഉണ്ടായിരുന്നു. ഒന്ന്, യേശുവിന്റെ മാർബിൽ ചാരിയിരുന്ന യോഹന്നാൻ. 2, യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ. സ്തോത്രം. വളരെ ശ്രദ്ധിച്ചിരുന്നോളുക. ബാക്കിയുള്ളവർ വംശാവലിയുടെ ആരംഭം കുറിക്കുന്നത് അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞ് അവർ അബ്രഹാം മുതൽ ആരംഭം കുറിക്കുമ്പോൾ യേശുവിന്റെ മാർബിൽ ചാരിയിരുന്ന യോഹന്നാൻ, യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ, അബ്രഹാം മുതലല്ല ആരംഭം കുറിക്കുന്നത്. ഒരു പടി വെളിപ്പാട് മുൻപില്ല. വചനം വിളിക്കുന്നു, ആദിയിൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. എത്ര പേര് ഇന്ന് രാത്രി കർത്താവിന് നല്ലവണ്ണം ആമേൻ പറയുന്നവരുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അഭിഷേകന്മാരെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, നാം ദൈവത്തോട് അടുത്തു വരാൻ തയ്യാറായാൽ, നാം ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറായാൽ, മറ്റുള്ളവർക്കില്ലാത്ത വചന വെളിപ്പാടിന്റെ ആഴങ്ങൾ നമ്മുടെ കൈമാറാൻ ദൈവശക്തനായ ദൈവം. എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയുന്നവരുണ്ട്? മറ്റുള്ള സഭകൾക്കില്ലാത്ത പ്രത്യേകതകൾ, മറ്റുള്ള കുടുംബങ്ങൾക്കില്ലാത്ത പ്രത്യേകതകൾ, മറ്റുള്ള തലമുറകൾക്കില്ലാത്ത പ്രത്യേകതകൾ നമ്മുടെ കൈമാറുവാൻ
കാണുവാൻ എന്റെ കർത്താവ് ശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്നവർ നല്ലവണ്ണം ഒരാമേ പറഞ്ഞു തുടങ്ങിയാണ്. ഹല്ലേലൂയ. 2015 ദൈവത്തിന് അറിയേണ്ടത് യുഎയിൽ എത്ര സഭയുണ്ടെന്ന് ദൈവത്തിന് അറിയണ്ട, ഷാദിയിൽ എത്ര പ്രവാചകന്മാരുണ്ടെന്ന് ദൈവത്തിന് അറിയണ്ട, എത്ര പ്രവാചകന്മാരുണ്ടെന്ന് ദൈവത്തിന് അറിയണ്ട, ആരൊക്കെ യോഗത്തിനുണ്ടെന്ന് ദൈവത്തിന് അറിയണ്ട. 2015 ദൈവത്തിന് അറിയേണ്ട ഒരൊറ്റ കാര്യം, ആരവനോട് അടുത്തു വരാൻ തയ്യാറാകുന്നത്, ആരവന്റെ മാർവിൽ ചാരിയിരിക്കാൻ തയ്യാറാകുന്നത്, ആരവനെ സ്നേഹിക്കാൻ തയ്യാറാകുന്നത്, അവരെ വ്യത്യസ്തമായി ഉയർത്താൻ എന്റെ കർത്താവ് ശക്തനായ ദൈവമത്രേ. വിശ്വാസമുള്ളവർ നന്നായിട്ട് കർത്താവിന് സ്വന്തം പറഞ്ഞാണ്. അവേ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിനാൽ പ്രവചനാത്മാവിനാൽ ഞാൻ ഊതി വിളിച്ചു പറയാ, വ്യത്യസ്തമായി നമ്മുടെ സഭയെ സ്വർഗത്തിലെ ദൈവം വളർത്താൻ പോകുകയാ. വ്യത്യസ്തമായി നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കർത്താവ് ഉയർത്താൻ പോകുകയാ. വ്യത്യസ്തമായി നമ്മുടെ തലമുറകളെ സ്വർഗത്തിലെ കർത്താവ് മാനിക്കാൻ പോകുകയാ. എത്ര പേര് ഇന്ന് രാത്രി ആമേ പറയുന്നവരുണ്ട്? ഹല്ലേലൂയ. ദൈവത്തോടടുത്ത് വരിക, ദൈവത്തെ സ്നേഹിക്കുക. അവരെ അത്രേ കർത്താവ് ഉയർത്തുന്നത്, അവരെ അത്രേ കർത്താവ് മാനിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ലൂക്കോസ് വിശേഷം 9-ാം അധ്യായം പഠിക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കൽ ഒരപ്പൻ മനസ്സ് തകർന്നവനായി വന്നിട്ട് യേശുവിനോട് പരാതി പറയുകയാണ്. യേശുവെ, ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ എന്റെ മകനെ കൊണ്ടുപോയി. അപ്പം പറയാണ്, ഏതോ ഒരു ആത്മാവ് അവനെ പിടിച്ചിരിക്കുക. അപ്പോൾ ഏത് ആത്മാവ് എന്നുള്ള കാര്യം മനസ്സിലായി. അവനെ ഞുരപ്പിക്കുകയും പതപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏത് രോഗവിവരം എന്നുള്ള കാര്യം മനസ്സിലായി. എന്നിട്ട് മനസ്സ് തകർന്നവനായി അപ്പൻ തന്നെ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ എന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ എന്റെ മകനുമായി, ഇല്ലെങ്കിൽ ഞാൻ എന്റെ കുഷിയുമായിട്ട് കടന്നു ചെന്നു, അവർക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ശ്രദ്ധിച്ചോണം, ഏതാ ശിഷ്യന്മാരെന്നറിയാമോ? അതിനകത്ത് പത്രോസില്ല, അതിനകത്ത് യാക്കോബില്ല, അതിനകത്ത് യോഹന്നാനില്ല. തൊട്ടു മുകളിലത്തെ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഇവർ 3 പേരും യേശുവിനോടുകൂടെ മറുരൂപമലയിലായിരിക്കുക. വചനം പഠിക്കുന്നു, യേശുവിന്റെ വസ്ത്രം വെള്ള പോലെ മിന്നി തിളങ്ങി, ഭാഷയും ഏരിയാവും പർവ്വതത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഭയങ്കര ദൈവിക സാന്നിധ്യത്തിന്റെ അകത്ത്, ഭയങ്കര ആത്മീക സാന്നിധ്യത്തിന്റെ അകത്ത് ഈ പത്രോസ്, അവൻ, യാക്കോബ്, യോഹന്നാൻ, ഇവര് 3 പേരുമായിരിക്കുകയാണ്. ശ്രദ്ധിച്ചോണം. പത്രോസിന്റെ അകത്ത് പിശാച് ഒരു ചിന്ത കൊടുത്തിട്ട് പറഞ്ഞു, യേശുവേ, നമുക്ക് 3 കുടിലുപിടി ഉണ്ടാക്കാം. 1 മോശയ്ക്ക്, 2 ഏലിയാവിന്, 3 നിനക്ക്. സ്തോത്രം. ശ്രദ്ധിച്ചോണം. 3, 2, 6. സ്തോത്രം. ഒരാളുടെ 1 ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ 7 ദിവസമായി. യേശുവിനോടായിരിക്കുമല്ലോ ഏറ്റവും അധികം സ്നേഹം. യേശുവിനോടുകൂടെ പാർത്താൽ ഒരാഴ്ച സുഖമായിട്ട് തള്ളി നിൽക്കാം. ആമേ. സ്തോത്രം. പത്രോസിന് പറയാൻ കാരണം എന്തെന്നറിയാമോ? നമുക്കിവിടെ പാർക്കാമെന്ന് പറയാൻ കാരണം, പർവ്വതത്തിൽ നിന്ന് താഴ്വാരത്തിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ വിഷയങ്ങളാണ്, മുഴുവൻ രോഗങ്ങളാണ്, മുഴുവൻ പ്രതികൂലങ്ങളാണ്, മുഴുവൻ പ്രതിസന്ധികളാണ്. പത്രോസ് പറയാണ്, നമുക്ക് അവിടേക്ക് ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് പ്രാപിച്ച ദൈവസാന്നിധ്യമായി ഈ മലയിൽ നമുക്ക് ഒതുങ്ങാം എന്ന് പത്രോസ് പറയുകയാണ്. സ്തോത്രം. ശ്രദ്ധിച്ചോണം. പിശാച് കൊടുത്ത ചിന്തയാണ് ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ? പത്രോസെ, ദൈവസാന്നിധ്യം അനുഭവിച്ചു എന്നുള്ളത് സത്യമാണ്, ദൈവസാന്നിധ്യം കണ്ടു എന്നുള്ള സത്യമാണ്. പക്ഷേ പ്രാപിച്ച ദൈവസാന്നിധ്യമായി ഈ മലയിൽ ഒതുങ്ങാനുള്ളവനല്ല നീ. വിശ്വാസത്താൽ താഴ്വരത്തിലേക്ക് ഇറങ്ങിച്ചെല്ല്. നിന്റെ നിഴലിൽ തട്ടി ചില രോഗിയെ സൗഖ്യമാകാനുണ്ട്. എത്ര പേര് രാത്രാതെ പറയുന്നവരുണ്ട്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവനെ പിടിച്ചെത്തിക്കാൻ അധികാരമുള്ളവന് മറ്റൊന്നും മറന്നു പോകരുത്. അതിനകത്ത് നീ താഴെ തന്നെ കിടക്കിയെടുത്ത് നടക്കാം എന്ന ഒറ്റ വാക്കിന്റെ അധികാരത്താൽ 8 വർഷമായി തളർന്നു കിടന്ന മനുഷ്യൻ ശാരീരിക കാരണയായി മാറുകയോ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി വ്യക്തമായി ദൈവം വിടപെടുകയോ. പ്രാപിച്ച ദൈവ സാന്നിധ്യമായി ഒരു സ്ഥലങ്ങളിൽ ഒതുങ്ങാനല്ല നിങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതി വിശ്വാസത്തെ കപ്പെടുത്തുവെച്ച് അസാധാരണമായ ദൈവ പ്രവൃത്തി നമ്മളിവിടെ തെളിയിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ വലിച്ചുകൊണ്ട് ഒരുമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങുക. ക്ഷണിക്കട്ടെ, ദൈവശക്തി ക്ഷണിക്കട്ടെ. എത്ര പേര് രാത്രി പറയുന്നവരുണ്ട്? വിശ്വാസമുള്ളവർ 2 കരങ്ങൾ വലിച്ചുകൊണ്ട് ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങുക. ഇന്ന് രാത്രി വ്യക്തമായി ദൈവം വിടപെടുകയാ. പ്രാപിച്ച ദൈവ സാന്നിധ്യമായി, ലഭിച്ച ദൈവകൃപയുമായി ഒരു തലങ്ങളിൽ ഒതുങ്ങാനല്ല നിങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതി. ഈ യൂയുടെ മണി, ഈ ശാന്തി, അസാധാരണമായ ദൈവിക വളർച്ച നമ്മളിവിടെ തിരഞ്ഞെടുക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. തിരിച്ചറിഞ്ഞവരാമേ പറഞ്ഞു തുടങ്ങിയാണ്.
തന്നെ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെ അകത്ത് വെളിപ്പെടേണ്ടതിന് ഒരമ്പകാല ശക്തികൾക്ക് ഒതുക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ഞാൻ ഈ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ജോലിയുടെ മേഖലകൾ തിരക്കുള്ളവരായിരിക്കാം. ഇന്ന് രാത്രി ദൈവം അവരുടെ ഇടപെടുന്നു. നീ പോകുന്ന ഓഫീസിൽ നീ മുഖാന്തരം ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പറയാ. നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ നീ മുഖാന്തരം ഇവിടെ കാണാൻ പറയാ. നീ പാർക്കുന്ന ഫ്ലാറ്റിൽ അസാധാരണമായ ദൈവിക മഹത്വം നമ്മളിലൂടെ ചെയ്തെടുക്കാൻ എന്റെ കർത്താവ് ശക്തനായ ദൈവമത്രേ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റുന്നവരുണ്ട്? പ്രാർത്ഥിച്ച ദൈവസാന്നിധ്യമായി ഒരു സ്ഥലങ്ങളിൽ ഒതുങ്ങാനുള്ളവരല്ല നമ്മൾ. കർത്താവിന് വലിയ പദ്ധതികൾ നമ്മളെ കുറിച്ചുണ്ട്. ആ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിനകത്തേക്ക് കർത്താവ് കൊണ്ടുവരുന്നതിനായിട്ട് ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു. ശ്രദ്ധിച്ചോ, ബാക്കി 9 ശിഷ്യന്മാരുടെ അടുക്കലാണ് അപ്പം തന്നെ മറുപടിയായിട്ട് എന്ന് പറഞ്ഞത്. ഇവർക്കോ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. ബൈബിൾ അങ്ങനെ ഇല്ല. ഇവർക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇല്ലേ? അവർക്ക് ആർക്ക്? ബാക്കി 9 പേർക്ക് ദൈവ സാന്നിധ്യം ആഗ്രഹിക്കാത്ത, ദൈവത്തോട് കൂടെ ഇരിക്കാൻ തയ്യാറാകാത്ത, അവന്റെ മാർഗിൽ ചാരിയിരിക്കാൻ തയ്യാറാകാത്ത 9 പേർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വാക്യം പഠിക്കുക. എത്ര പേരാമേ പറയുന്നു? അവർ പരാജയപ്പെട്ട മേഖലകളിൽ ദൈവത്തോട് കൂടെ ഇരുന്നവർക്ക് ഒന്നും അസാധ്യമായി വരികയില്ല. സകലവും സാധ്യമായി മാറാൻ പോകുക. എത്ര പേര് ഇന്ന് രാത്രിയാമേ പറയുന്നവരുണ്ട്? വിശ്വാസമുള്ളവർ വാതുറെന്ന് പറയാമോ? നമ്മുടെ സഭയ്ക്കൊന്നും അസാധ്യമായി വരികയില്ല. സകലവും സാധ്യമായി മാറാൻ പോകുക. എത്ര പേര് വിശ്വാസം പറയുന്നവരുണ്ട്? ഒന്നും നമ്മുടെ സഭയ്ക്ക് അസാധ്യമായി വരികയില്ല. സകലവും സാധ്യമായി മാറാൻ പോകുക. വിശ്വാസമുള്ളവർ വാതുറെന്ന് പറഞ്ഞു തുടങ്ങുക. ഒന്നും നമ്മുടെ സഭയ്ക്ക് അസാധ്യമായി വരികയില്ല. സകലവും സാധ്യമായി മാറാൻ പോകുക. ഇതിനകത്ത് ക്യാൻസർ രോഗികൾ വന്നാൽ ദൈവസഭ പ്രാർത്ഥിക്കും, അതൊരു അത്ഭുതമായി മാറാൻ പോകുക. ഇതിനകത്ത് ട്യൂമർ ബാധിച്ചവർ വന്നാൽ ദൈവസഭ പ്രാർത്ഥിക്കും, അതൊരു അത്ഭുതമായി മാറാൻ പോകുക. ഇതിനകത്ത് വിശ്വാസം തകർന്നവർ വന്നാൽ ദൈവസഭ പ്രാർത്ഥിക്കും, അതൊരു അത്ഭുതമായി മാറാൻ പോകുക. ഇതിനകത്ത് നടപടിയില്ലാത്തവർ വന്നാൽ ദൈവസഭ പ്രാർത്ഥിക്കും, അതൊരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. വിശ്വാസമുള്ളവരുടെ കരങ്ങളെ വലിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരുമിച്ച് സ്വന്തപ്പെടുന്നവര് രണ്ട് കരങ്ങളെ ശ്രമിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഇടപെടുമ്പോൾ തന്നെ ചില കുടുംബങ്ങളുടെ പേർ, ചില തലമുറയുടെ പേർ, ചില വ്യക്തിയുടെ പേർ ഇന്ന് രാത്രി അസാധാരണമായ ദൈവിക സൗഖ്യം ഉപരിപ്പെട്ടവന്റെ രാത്രിയെന്ന് രണ്ട് കരങ്ങളെ വലിച്ചുകൊണ്ട് ഒരുമിച്ച് ജനമന്യ ഭാഷയിൽ ദൂതകൾ പ്രതികരിച്ചു തുടങ്ങി. ഇന്ന് രാത്രി ദൈവം പറയുന്നു, വൈദ്യശാസ്ത്രം തന്നെ കളഞ്ഞ ലോകവിധിയത് നമ്മുടെ ആലയത്തിന്റെ അകത്തളങ്ങളിൽ ഒരു സൗഖ്യമായി മാറാൻ പറയുക. ഒന്നും നമുക്ക് അസാധ്യമായി വരിക. നിങ്ങൾക്ക് വിശ്വാസം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ സഭയ്ക്കൊന്നും അസാധ്യമായി വരികയില്ല. സകലവും സാധ്യമത്രേ. ഇന്ന് രാത്രി വിഷയങ്ങളിൽ ഞങ്ങളുടെ വരുന്ന അകത്തളങ്ങളിലുണ്ട്. ഈ സഭയുടെ ആരാധനയുടെ അകത്തളങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കൈമാറുന്നതിനായി ഞാൻ എന്റെ കർത്താവിനെ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഒന്നും അസാധ്യമായി വരികയില്ല. സകലവും സാധ്യമാണ്. കൂടി വരിക എന്ന ഭാഗത്തേക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ദൈവം ഒരു അത്ഭുതം തുടങ്ങുകയാണ്. 2-ാം അധ്യായത്തിൽ ദൈവം ഒരു അത്ഭുതം തുടങ്ങുകയാണ്. അത്ഭുതമില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, അത്ഭുതം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. കോട്ടയത്തൊക്കെ ആണെങ്കിൽ അതിന്റെ ക്ലൈമറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ചില പറയുന്നു വചനം വേണ്ട, ചില പറയുന്നു അത്ഭുതം മതി, ചില പറയുന്നു അത്ഭുതം മതി, വചനം ഇതെല്ലാം കൂടി ഒരു നടുക്കാന്നാ തോന്നുന്നു നമ്മളെല്ലാം കൂടി നിൽക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി ലഭിക്കേണ്ട കർത്താവിനെ നല്ല വിശ്വാസമുണ്ട്. വചനത്തിന്റെ ശക്തി കുറഞ്ഞിട്ടുമില്ല, അത്ഭുതങ്ങൾ തമ്പുരാൻ ചെയ്യാതിരിക്കുന്നുമില്ല. എത്ര പേരാമേ? ഇന്ന് രാത്രി ലഭിക്കേണ്ട കർത്താവിന് നല്ല വിശ്വാസമാണ്. അടുത്ത ഫോൺ കോളുകൾ നിങ്ങൾ നിങ്ങളുടെ അഭിഷേകന്മാരെ വിളിക്കുമ്പോൾ ദൈവം വലിയവർ ചെയ്തെന്ന് പറയുന്നത് ഒരസാധാരണമായ ദൈവപ്രവൃത്തിയുടെ ആഴം കൈമാറാൻ കർത്താവ് ശക്തനായ ദൈവമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേ പറയാൻ പറ്റുന്നവരുണ്ട്? അത്ഭുതം
അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുള്ളതിനായി ഞാൻ എന്റെ കർത്താവിനെ നന്ദി പറയുന്നു. ബൈബിളിലെ പല ഭാഗങ്ങൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് പല രോഗികളെ സൗഖ്യമാക്കി. സ്തോത്രം. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. ഇതെല്ലാം യേശു കർത്താവ് ചെയ്തിട്ട് പറഞ്ഞൊരു ഭാഗമുണ്ട്, നിങ്ങളിത് മറ്റാരോടും പറയരുത്. എന്തോ സൈക്കോളജിയാന്ന് എനിക്കിപ്പോഴും പിടിക്കും. സ്തോത്രം. നമ്മളൊരു കാര്യം അല്ലെ ആന്റി അങ്കിൾ ഇന്ന കാര്യം ആരോടും പറയുന്ന പറഞ്ഞു കുറഞ്ഞത് ഒരു 10 പേര് വേഗം കുറഞ്ഞത് വിശേഷത്തിന്റെ വ്യാപ്തി ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ. അന്നത്തെ കാര്യങ്ങൾ എങ്ങനെ വ്യാപരിക്കല്ലേ. സ്തോത്രം. അമ്മേ ഹല്ലേലൂയ. ഞാൻ ആ വചനത്തിന് മുമ്പിൽ നിന്നപ്പോ ദൈവം എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ജനം ദൈവത്തെ അറിയേണ്ടത് അത്ഭുതങ്ങളിലൂടെയല്ല. ജനം ദൈവത്തെ അറിയേണ്ടത്, ജനം ദൈവത്തെ അറിയേണ്ടത് വചനത്തിലൂടെയാണ്. ജനം ദൈവത്തെ അറിയേണ്ടത് വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വരുന്നു. ശ്രദ്ധിച്ചോണം. അത്ഭുതം കണ്ടുവരുന്നവൻ അടുത്ത നിമിഷം ഒരു അത്ഭുതം വെളിപ്പെട്ടില്ലെങ്കിൽ ദൈവത്തെ വിട്ട് മാറാൻ സാധ്യതകളേറെയാണ്. പക്ഷെ വചനം അറിഞ്ഞു വരുന്നവൻ ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ഏതെല്ലാം കഷ്ടതകൾ വന്നാലും, ആരെല്ലാം വിരൽ ചൂണ്ടിയാലും, ആരെല്ലാം നിന്ദിച്ചാലും അവർ ദൈവത്തെ വിട്ട് മാറില്ല. വിളിച്ച ദൈവം ആരാണെന്ന് ഒരു ബോധ്യപകർത്തലുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർ കർത്താവിന് നല്ലവണ്ണവരെ ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ തിമോഥെയോസിന്റെ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ സത്യം പറഞ്ഞ പൗലോസിനെയൊക്കെ സല്യൂട്ട് ചെയ്യുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാണ്. പൗലോസൊക്കെ അനുഭവിച്ചതിന്റെ ഒരംശം പോലും നമ്മൾ ഈ മരുഭൂമി കണ്ടിട്ടില്ല. ആരോ എന്തോ വാക്ക് പറഞ്ഞത് നിമിത്തം നമ്മൾ സഭായോഗം മുടക്കി വീട്ടിലിരിക്കുന്നവരാ പലരും. സ്തോത്രം. അവൻ പൗലോസൊക്കെ അനുഭവിച്ചതിന്റെ ഒരംശം പോലും നമ്മൾ കണ്ടിട്ടില്ല. പൗലോസ് പറയുകയാണ്, അവൻ സ്വന്തം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ എന്റെ ദൈവശക്തനായ ദൈവ. എപ്പോഴാ പറയുന്നത്? ഉറക്കറപ്പ, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, സ്വന്തം സഹോദരന്മാർ, അവൻ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടലിൽ കിടക്കുന്നു. ഇതെല്ലാം തിരമാല പോലെ തലയ്ക്ക് വില ഉയർന്നു വരുമ്പോൾ പൗലോസ് പറയുക, ഇതിലൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല. എത്ര പേര് ഇന്ന് രാത്രി പറയുന്നവരുണ്ട്, കഷ്ടത വരാത്തത് കൊണ്ടല്ല നീ ദൈവത്തെ ആരാധിക്കുന്നത്, പ്രതിസന്ധികൾ വരാത്തത് കൊണ്ടല്ല, രോഗങ്ങൾ വരാത്തത് കൊണ്ടല്ല, അത് തലയ്ക്ക് വിധിയെല്ലാം വന്നിട്ട് ദൈവത്തെ തള്ളിക്കളയാതെ ഈ മരുഭൂമിയിൽ വിശ്വാസതയോടെ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ കാര്യം വിളിച്ച ദൈവമാരാണെന്ന് ഒരു ബോധ്യമുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർ രണ്ട് കരകളെ വലിച്ചുകൊണ്ട് ഇതിനകത്ത് ജനമാണ് പറഞ്ഞുകൊടുക്കുക. കർത്താവ് വിശ്വസന, കർത്താവ് വിശ്വസന. വിടുന്ന ദൈവമല്ല, അവൻ നമ്മളെ നടത്താൻ കർത്താവ് ശക്തനായ ദൈവം. എത്ര പേര് രാത്രി അമ്മയെ ഹല്ലേലൂയ. സ്തോത്രം. 2-ാം അധ്യായത്തിൽ കർത്താവിന്റെ അത്ഭുതങ്ങൾ തുടങ്ങുക. ദൈവിക അത്ഭുതങ്ങൾ വെളിപ്പെടണമെങ്കിൽ 2 കാര്യം ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. 1 ആഴമായ വിശ്വാസം, 2 അനുസരണം. ആരാ പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല വിഷയം, ആരുടെ യോഗത്തിനുണ്ട് എന്നുള്ളതല്ല വിഷയം. നമ്മുടെ അകത്തൊരു ദൈവപ്രവർത്തനം നടക്കണമെങ്കിൽ വിശ്വാസമാണ് അനുസരണ ജീവിതത്തിൽ കാണണം. അവിടെ ദൈവത്തിന്റെ മഹത്വം കർത്താവ് നമ്മുടെ കൈമാറും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓടി ഞാൻ വരിക. 2-ാം അധ്യായത്തിൽ പാർക്കുന്ന കുടുംബം നിസ്സാരപ്പെട്ട കുടുംബമല്ല, വലിയ ദൈവിക വാക്തത്വം തലമേലുള്ള ഒരു കുടുംബമാണ് 2-ാം അധ്യായത്തിൽ പാർക്കുന്ന കുടുംബം. ശ്രദ്ധിച്ചോ, ഇവർ നിൽക്കുന്നത് ഗലീലയിലാണ്. അപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല വിഷയം. മരണത്തിന്റെ ദേശമാണോ, മന്ത്രവാദികളുണ്ടോ, ആഭിചാരകന്മാരുണ്ടോ, ലക്ഷണവിദ്യക്കാരുണ്ടോ, ഇതല്ല വിഷയം. എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല വിഷയം. വാക്തത്വം തലമേലുണ്ടോ, ദൈവം പുറത്തു കൊണ്ടുവരാതിരിക്കില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റും? ഇന്ന് രാത്രി ദൈവം വ്യക്തമായി ഇടപെടുകയാണ്. വാക്തത്വമുള്ള കുടുംബങ്ങളെ ഒതുക്കി വെച്ച അന്ധകാലത്തിന്റെ ഇരുളടഞ്ഞ ദുഷ്ടയാജ്ഞവസ്യ വ്യാപാരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷേകത്താൽ എന്റെ ദൈവം ഉടയ്ക്കുന്ന രാത്രിയായി മാറാൻ പറയുക. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റുന്നവരുണ്ട്? നിസ്സാരപ്പെട്ട കുടുംബമല്ല. 2-ാം അധ്യായത്തിന്റെ ഭയങ്കര ദൈവിക വാക്തത്വം തലമേലുള്ള കുടുംബമാണ് 2-ാം അധ്യായം. യോശുവയുടെ പുസ്തകം എടുക്കാമോ വേഗം? 19-ാം അധ്യായം 24-ാം വാക്യം.
സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 20-ാം വാക്യം. വേഗം 2 വാക്യങ്ങൾ വായിക്കും. ഇനി 28-ാം വാക്യം. സെയിം വാക്യം അടുത്ത വാക്യം. കാന എന്ന ദേശം കണ്ടോ? 2-ാം അധ്യായത്തിൽ പാർക്കുന്ന കുടുംബക്കാര് 24-ാം വാക്യം പഠിക്കുന്നു. ആശേർ മക്കളുടെ ഗോത്രത്തിൽ പെട്ടവരാണ് 2-ാം അധ്യായത്തിൽ പാർക്കുന്ന കുടുംബം. ക്ലിയർ ആയല്ലോ? ഇനി ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 20-ാം വാക്യം. അവിടെയുള്ള ദൈവിക വാക്യം വേഗം വായിച്ചു. 49-20-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 49-ാം വാക്യം. ആശേർ നിസാരക്കാരനല്ല, ഭയങ്കര ദൈവിക വാഗ്ദത്തം തലമേലുള്ള ഒരു കുടുംബമത്രേ ആശേർ ഗോത്രം. എത്ര പേര് നിരാത്തിലാമേ പറയുന്നവരുണ്ട്? സ്തോത്രം. ഈ ഭാഗം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 2 മുതലുള്ള വാക്യം വേഗം വായിച്ചു. വേഗം വായിച്ചു. 2 മുതലുള്ള വാക്യം. ആ വേറെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. വീഞ്ഞ് പോരാതെ വരികയിൽ ഏത് കുടുംബത്തിനകത്ത് പോരായ്മ വന്നേ? വാഗ്ദത്തമുള്ള കുടുംബത്തിനകത്ത് പോരായ്മ വന്നത്. വാഗ്ദത്തമുള്ള കുടുംബത്തിനകത്ത് പോരായ്മ വരാം. വാഗ്ദത്തമുള്ള കുടുംബത്തിനകത്ത് ഞെരുക്കം വരാം. വാഗ്ദത്തമുള്ള കുടുംബത്തിനകത്ത് സാമ്പത്തികമാന്യം വരാം. വാഗ്ദത്തമുള്ള കുടുംബത്തിനകത്ത് പ്രതികൂലം വരാം. പക്ഷേ ഇതിനകത്ത് ദൈവം വ്യക്തമായി ഇടപെടുന്നു. നീ ക്ഷണിച്ച ജനത്തിന്റെ നടുവിൽ, നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ, നിന്റെ ചാക്കക്കാരുടെ നടുവിൽ നിന്റെ തലകാലം ദൈവം അനുവദിക്കുന്ന ദൈവമല്ല, നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് ഇതിനകത്ത് പറയുന്നവരുണ്ട്? ദൈവത്തെ അറിഞ്ഞാൽ വിഷയങ്ങളുണ്ട്. ദൈവത്തെ അറിഞ്ഞാൽ പ്രതികൂലം. എനിക്ക് തോന്നുന്നതാണ് ദൈവത്തെ അറിയുന്നതിന് മുമ്പുള്ള പ്രതികൂലത്തേക്കാൾ ഏറെ ദൈവത്തെ അറിഞ്ഞാൽ. ഇതാണ് ദൈവത്തെ അറിയുന്നതിന് മുമ്പുള്ള പ്രതികൂലത്തേക്കാൾ ഏറെ ദൈവത്തെ അറിഞ്ഞാൽ. അനുഗ്രഹം എന്ന് പിന്നെ നമ്മളിങ്ങനെ പറയുന്നേ ഉള്ളൂ. വിശ്വാസത്താലാണ് അനുഗ്രഹിക്കും എന്നാണെങ്കിൽ ഞാൻ കൂടെ അല്ലെങ്കിൽ എന്നും അനുഗ്രഹം എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. വിശ്വാസമല്ല 2015 ദൈവം മാനിക്കും. വിശ്വാസത്തിന്റെ വാർത്ത പറയുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നു? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ അറിയുന്നതിന് മുമ്പുള്ള പ്രതികൂലത്തേക്കാൾ ഏറെ ദൈവത്തെ അറിഞ്ഞാൽ ഒറ്റ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് പ്രതികൂലം വന്നാൽ, പ്രതിസന്ധി വന്നാൽ ആരും നമ്മുടെ കര പിടിക്കാൻ കാണില്ല, ആരും നമ്മുടെ കൂടെ നിൽക്കാൻ കാണില്ല. ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഒരു പ്രതികൂലം വന്നാൽ വിളിച്ചിറക്കിയ ദൈവത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. മരണയോധം വന്നാൽ അവൻ കൈവിടില്ല, ചെങ്കടൽ വന്നാൽ അവൻ കൈവിടില്ല, മാറ വന്നാൽ കൈവിടില്ല. ആരെല്ലാം പ്രതികൂലമായി വന്നാലും ജയത്തോളം നടത്ത എന്റെ ദൈവശക്തനായ ദൈവം. എത്ര പേര് പറയുന്നവരുണ്ട്? ആ 2 കരകളെ ചേർത്തടിച്ചുകൊണ്ട് ഒരുമിച്ച് ദൈവത്തിനാണ് പറയുന്നത്. എത്ര പേരാണ് പറയുന്നവരുണ്ട്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പേരിവല്ലി വിളിക്കാൻ അധികാരമുള്ളവൻ, സമുദ്രത്തിലെ വെള്ളം കൈക്കുമ്പിളിനകത്ത് വള്ളിക്കാൻ അധികാരമുള്ള ദൈവം, ഭൂമിയിലെ പൊടി നാഴികക്കകത്ത് വള്ളിക്കാൻ അധികാരമുള്ള ദൈവം നിന്റെ വനക്കൈക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തിനാ ധൈര്യപ്പെടുന്നത്? എന്തിനാ ഭീരുമായി മാറുന്നത്? ഓ ധൈര്യത്തോടെ നടത്ത് എന്റെ കർത്താവ് ശക്തനായ ദൈവത്തെ. വിശ്വാസമുള്ളവരാണ് പറഞ്ഞു തുടങ്ങിയത്. വലകേക്ക് പിടിച്ചിട്ടുണ്ട്. കർത്തവ്യം മാറുന്നവനല്ല, നടത്താൻ കർത്താവ് ശക്തൻ. വായിച്ച വാക്യത്തോട് നീതി കൊടുക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. ശ്രദ്ധിച്ചു. സ്തോത്രം. സങ്കീർത്തനം പ്രസംഗിച്ചതിന്റെ ബാക്കി ഇടയ്ക്ക് വിട്ടുപോയതൊന്ന് പൂരിപ്പിക്കുക. എല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ ഐക്യതയ്ക്ക് എന്റെ കർത്താവിന് നന്ദി പറയുന്നു. അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ, സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെ യേശു കർത്താവാക്കാൻ ഞാൻ അറിയില്ല. യേശു ആരാണെന്ന് ആർക്കും അറിയില്ല. കർത്താവ് അനുകരിക്കുന്നെങ്കിൽ കർത്താവിനെ ഞാനൊക്കെ ആണെങ്കിൽ ഒരു വേദി എങ്ങാനും കളിച്ചാൽ പിന്നെ ഞാനും എന്നെ ഈ തലമുറയുള്ളതിനെ കൂടി ഞാൻ ഭയപ്പെടുന്നു. പിതാക്കന്മാരൊക്കെ വില കൊടുത്തവരാണ്. അനുഭവസാക്ഷി ചോദിച്ചു നോക്കണം. ഇന്നായിരിക്കും അവർ നല്ല വാഹനത്തിൽ നടക്കുന്നത്, ഇന്നായിരിക്കാം നല്ല ഫുഡ് കഴിക്കുന്നത്, ഇന്നായിരിക്കാം നല്ല വസ്ത്രം ധരിക്കുന്നത്. അനുഭവമൊക്കെ ചോദിച്ചു നോക്കണം. ഈ മുരിപ്പ് സാറും ചെറിയ സാറൊക്കെ കുമരത്തിൽ ഓടും ചാരും ഒക്കെ നീന്തിക്കയറി വന്നത് മുഖാന്തരം ഒത്തിരി സഭകൾ പുറത്തു വന്നു. പിതാക്കന്മാർ അനുഭവമുള്ളവരാണ്. ഈ തലമുറ
അഹങ്കാരവും നിലവുള്ള തലമുറയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, കർത്താവിനെ കണ്ടോ? കർത്താവ് സിമ്പിളാണ്. ഒരു അഹങ്കാരവും ഒരു ചാടയില്ല. ആനുകരിക്കുന്നില്ല കർത്താവിനെ പോലെ. ഏതെല്ലാം വേദികൾ തരും ഉയർത്തിയാൽ, ഏതെല്ലാം സാമ്പത്തിക നന്മ കർത്താവ് നൽകിയാൽ, ഏതെല്ലാം വില കൂടിയ വാഹനത്തിൽ കയറി നടന്നാലും, നല്ല ഫുഡ് കഴിച്ചാലും എവിടുന്ന വന്നെന്നുള്ള കാര്യം മറക്കരുത്. ഈ പുതുപ്പള്ളിക്കാർ ഇവിടെയുണ്ടോ? പുതുപ്പള്ളിക്കാർ ഇവിടെയുണ്ടോ? വാഴക്കൊല്, ഈ കാളവണ്ടി വാഴക്കൊല് വിറ്റ് നടന്ന ഒരു പിതാവിന്റെ ചരിത്രം ഞാൻ ഇവിടെ വായിച്ചു കേട്ടു. സ്വന്തം 2 നില വീടായി, മക്കള് ലണ്ടനിലും അമേരിക്കയിലും സകല നന്മയും ഓടി BMW എല്ലാം കൂടി വീടിന്റെ പിച്ചറും ബാധിച്ചും എല്ലാം വന്ന് കിടന്നപ്പോൾ അപ്പം പറഞ്ഞൊരു ഭാഗമുണ്ട്, ഈ കാല കളഞ്ഞു വാഴക്കൊല കളഞ്ഞിട്ട് വണ്ടി പോളിയിൽ റൂമിനകത്ത് കയറ്റി വെച്ചു. എന്നിട്ട് അപ്പം പറഞ്ഞൊരു ഭാഗമുണ്ട്, മക്കളുടെ നന്മയും ഉയർച്ചയും ഓടി BMW കണ്ടു ഒരു നികളൊക്കെ മനസ്സിൽ വരുമ്പോണ്ടല്ലോ ആദ്യം 40 നിമിഷം കാളവണ്ടി പിടിച്ചോണ്ട് നിൽക്കും. കാരണം എന്താ? പ്രായം കൂടിയുള്ള വിറയിലൊന്നുമല്ല, എവിടുന്ന തമ്പുരാൻ കൊണ്ടുവന്നുള്ള കാര്യമാണ്. എത്ര പേര് രാത്രി ആമേ പറയുന്നവരുണ്ട്? എത്ര പേര് രാത്രി സ്വന്തം പറയുന്നവരുണ്ട്? രോഗം നേടിയെത്തി അഭിഷേകന്മാര് പറഞ്ഞ അതേ പേര് തന്നെ ഞാൻ പറയുന്നത്. എത്ര പേര് ആമേ പറയുന്നവരുണ്ട്? എന്നെ കേൾക്കുന്ന ദൈവസഭേ, ഏതെല്ലാം മേഖലകളിൽ ദൈവം ഉയർത്തിയാലും, ഏതെല്ലാം സ്ഥലങ്ങളിൽ ദൈവം ഉയർത്തിയാലും, ഏതെല്ലാം രാജ്യങ്ങളിൽ പോയാലും, വില കൂടിയ വാഹനങ്ങളിൽ നടന്നാലും, എവിടുന്ന ദൈവം കൊണ്ടുവന്നുള്ള കാര്യം മറക്കരുത്. ഉയർത്താനവശക്തനായ ദൈവം എത്ര പേര് ഇതിനകത്ത് ആമേ പറയുന്നവരുണ്ട്? ഒറ്റ നിമിഷം മതി തമിഴാൻ ഇതെല്ലാം കുറച്ച് കളയാം. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് കണ്ണടച്ചു തുറക്കുന്ന ഒറ്റ നിമിഷം മതി തമിഴാൻ ഇതെല്ലാം തൂത്ത് കുറച്ച് കളയാം. അഹങ്കരിക്കരുത്. എവിടെയെങ്കിലും നാം എത്തിയെങ്കിൽ, ഏതെല്ലാം വേദികളിൽ നാം കയറിയെങ്കിൽ, രാജ്യങ്ങളിൽ പോയെങ്കിൽ, വില കൂടിയ വാഹനത്തിൽ കയറിയെങ്കിൽ, കൃപ എന്നുള്ള ഒരാൾ വിട്ട് കളയരുത്. ഞാൻ ഓർക്കാം, എന്റെ ബാധ ഞാൻ കേട്ടു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കുന്നല്ലോ. അതുകൊണ്ടായിരിക്കാം സഭയ്ക്കെതിരെ പറയുന്നത്. നിങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെടും. അതിനായി ഞാൻ കർത്താവിനെ അനുഗ്രഹിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കാം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായി സ്നേഹമനത്ത യൂതയ്ക്ക് ഒറ്റിക്കൊടുക്കേണ്ട ഗതിയിലാണ്. അല്ല പച്ച കെട്ടിട്ട് ആളാന്ന് പറഞ്ഞാൽ മതിയാണ്. ശിഷ്യമാരെ അതേ വസ്ത്രമാണ്, ശിഷ്യമാരെ അതേ അവിടെ അതേ ആഹാരം, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ സിമ്പിളാകും. ദൈവത്തെ അനുകരിക്കാം. അവരെ കൂടെ സന്തോഷം. ആരാ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. ഭവനത്തിലുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ ഭവനത്തിലുള്ള യേശു നിസാരക്കാരനല്ല, ഞങ്ങളുടെ ശൂന്യത കൊണ്ട് കൽപ്പിക്കാൻ അധികാരമുള്ളവനാണ്. ഇന്ന് രാത്രി ആ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ശൂന്യതയോട് കൽപ്പിക്കാൻ, നമ്മുടെ തകർച്ചയോട് കൽപ്പിക്കാൻ, നമ്മുടെ രോഗത്തോട് കൽപ്പിക്കാൻ, നമ്മുടെ തലമുറ ഭാവിയെ ഒതുക്കിയ അന്ധകാരത്തിന്റെ മേഖലകളോട് കൽപ്പിക്കാൻ അധികാരമുള്ള ദൈവം ഇന്നും പകലിവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര വിശ്വസിക്കുന്നവരുണ്ട്? ഞങ്ങൾ ജനങ്ങളെ വലിച്ചുകൊണ്ട് ഒരുമിച്ച് ദൂരത്തിലേക്ക് വസ്ത്രങ്ങളെ നിന്നെ അകറ്റുന്ന എല്ലാ ലോകത്തിന്റെ വ്യാപാരങ്ങളും, കുടുംബങ്ങളെ ഒതുക്കിയ, തലമുറകളെ ഒതുക്കിയ അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകത്തിൽ ദൈവത്തെ നിർവീര്യമാക്കി മാറ്റാൻ പോകണം. കൽപ്പിക്കാൻ അധികാരമുള്ള കർത്താവ് നമ്മുടെ നടുവിൽ വേഗം അഭിഷേകത കരുതിന്റെ സമയം കൈമാറുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വിരിഞ്ഞാക്കുന്ന കാര്യമാണ് ആമസ്തോത്രം പ്രാർത്ഥിച്ച് ആമസ്തോത്രം അവിടെ ദയ്യപ്പാവ് ആമസ്തോത്രം നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം. ഒറ്റ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാം. ഒറ്റ ദൂതിൽ തൊട്ട് ഇന്ന് രാത്രി ബിസിനസ് പരാജയപ്പെട്ട ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി തലമുറയില്ലാതെ ഞരങ്ങുന്നവരാരെങ്കിലും വന്നിട്ടുണ്ടോ? മക്കളോ കൊച്ചുമക്കൾ ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ആമസ്തോത്രം അവൻ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരിവിടെ വന്നിട്ടുണ്ടോ? മോശസംബന്ധമായ വിഷയങ്ങളിൽ കുരുങ്ങി കിടക്കുന്നവരിവിടെ വന്നിട്ടുണ്ടോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തലമുറ ഭാവിയോർത്ത് കരയുന്നവർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടോ? വിഷയങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരിവിടെ വന്നിട്ടുണ്ടോ? ഒറ്റ ദൂത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയുന്നവരുണ്ട്? ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, അടുത്ത ഫോൺ കോളുകൾ നിങ്ങൾ നിങ്ങളുടെ അഭിഷേകന്മാരെ വിളിക്കുമ്പോൾ ദൈവം വലിയ വചനം പറയുമാറോ ഒരു ദൈവിക മനസ്സും ഇന്ന് രാത്രി ദൈവം കൈമാറ
കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന കാര്യമാണ് 2-ാം അധ്യായത്തിൽ ദൈവം എഴുതിയിരിക്കുന്നത്. ഒറ്റ ദൂത് ഞാൻ പറയാം. എത്ര പേർക്ക് ഇന്ന് രാത്രി ആരാധിക്കാൻ തയ്യാറുണ്ട്? എത്ര പേര് സ്തോത്രം പറയാൻ തയ്യാറുണ്ട്? കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന കാര്യമാണ്. ശ്രദ്ധിച്ചോണേ, നല്ല ഒരു വീഞ്ഞ് പുറത്തു വരണമെങ്കിൽ, നല്ല ഒരു വീഞ്ഞ് ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 21 ദിവസം വേണം. ആമേൻ. സ്തോത്രം. ഇല്ലേ? കുറഞ്ഞത് ഒരു 21 ദിവസം വേണം നല്ല ഒരു വീഞ്ഞ് പുറത്തു വരാൻ. ഒറ്റ ദൂത് ഞാൻ പറയട്ടെ, വിശ്വസിക്കാനും ആരാധിക്കാനും സഭ തയ്യാറാണോ? ശ്രദ്ധിച്ചിരിക്കുക, ദൂത് പറയാം. വാക്തത്വമുള്ള കുടുംബം അപമാനമാകാതിരിക്കാൻ കൽപ്പിക്കാൻ അധികാരമുള്ള ദൈവമുണ്ടോ? 21 ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന വിടുതൽ, കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ 21 ദിവസം ദൈവത്തിന് വേണ്ട. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് പച്ചവെള്ളം വീണായതുപോലെ ഇതിനകത്ത് ദൈവിക മനസ്സ് ഇതിനകത്ത് ധരിക്കാൻ പറയാ. 2 കടകൾ വഹിച്ചേ അന്യഭാഷ പ്രാപിച്ചവർ ഇവിടിരിക്കുന്ന കുഞ്ഞുകുട്ടികളടക്കം, ഇവിടിരിക്കുന്ന കുഞ്ഞുകുട്ടികളടക്കം എത്ര മുതിർന്നവരെ 2 കടകൾ വഹിച്ചുകൊണ്ട് ഒരുമിച്ച് അന്യഭാഷയിൽ ജനമാനച്ചു തുടങ്ങാൻ ഓരോ ശക്തിയോട് എത്ര പേരാണ് പറയുന്നവരുണ്ട്. 21 ദിവസങ്ങൾ കൊണ്ട് നടക്കേണ്ട വീട് 21 ദിവസം ദൈവത്തിന് വേണ്ട. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ദൈവിക മനസ്സ് ഇതിനകത്ത് ധരിക്കപ്പെടാൻ പോകുന്നു. ഓരോ ശാപനാഥകറിയ തിരുത്തൽ 2 കടകൾ വലിച്ച് ഒരുമിച്ച് ജനമന്യഭാഷയിൽ ഒരുമിച്ച് അനച്ചു തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവിക മനസ്സ് ഈ ഹോളിന്റെ അകത്തളങ്ങളിൽ ഒരു കലന ഭാഷ ചെയ്യുന്നതുപോലെ ജനത്തിന്റെ മേൽ ഇവരത്ത് ദൈവം കൈമാറുകയ. 2 കടകൾ വലിച്ചുകൊണ്ട് ജനാഥകർക്കറിയാം. ഒരുമിച്ച് ജനമാനെ പറഞ്ഞോളങ്ങൾ വിളിക്കുന്ന കുഞ്ഞുകുട്ടികളൊക്കെ ഏറ്റവും മുതിർന്നവർ വരെ ഒരുമിച്ച് അനച്ചു തുടങ്ങുക. നിന്റെ മക്കാവിന്റെ മദ്യപാനം മാറാൻ, നിന്റെ രോഗം ഒഴിഞ്ഞു മാറാൻ, നിന്റെ ബിസിനസിന്റെ പരാജയം മാറാൻ, നിന്റെ തലമുറയ്ക്ക് വലിയ വഴിയുറക്കാൻ, നിന്റെ കുടുംബത്തിന് സമാധാനം വരാൻ 21 ദിവസം ദൈവത്തിന് വേണ്ട. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് യേശുവിന്റെ നാമത്തിൽ അതേ ദൈവിക അഭിഷേകം ഈ ജനത്തിന്റെ മേൽ ഇതിനകത്ത് ദൈവം കൈമാറുന്നു. ഒരുമിച്ച് ജനമാകെ പറഞ്ഞോടങ്ങൾ കഴിയുന്ന ആരോ ഇന്ത്യരാത്രി ഇവിടെ ഉണ്ടല്ലോ. ദൈവം ഇന്ത്യരാത്രി ഞാൻ വരയ്ക്കുന്നു. കുടുംബങ്ങളെ ഒതുക്കിയ, തലമുറകളെ ഒതുക്കിയ, ബിസിനസിനെ പരാജയമാക്കിയ അന്ധകാരത്തിന്റെ ഇരുളകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം അവനെ ഉടയ്ക്കുന്നു. അസാധാരണമായ ദൈവിക മനസ്സ് ഒരുമിച്ച് ജനപ്രാച്ചോടങ്ങൾ ഇന്ന് ഞങ്ങൾ ദൂത് മനസ്സിൽ മതിയത് 21 ദിവസങ്ങൾ കൊണ്ട് നടക്കേണ്ടത് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര വിശ്വസിക്കുന്നവരാണ് ഇന്ന് ഞങ്ങൾ ദൈവിക മനസ്സ് കുടുംബത്തിന്റെ സ്ഥലങ്ങളിൽ ഉയർത്തിയാണത്. കുടുംബത്തെ ഒതുക്കിയ അന്ധകാരത്തിന്റെ മേഖലകൾ ദൈവത്തിന്റെ അഭിഷേകത്താൽ വഴിമാറുന്നു. ആരോട് പറയാൻ കഴിയാത്തതെന്ന് അകത്തളങ്ങളിൽ നിരങ്ങുന്ന വിഷയങ്ങളുമായി ഇതിനകത്ത് കഴിയുന്നവരോട് വന്നിട്ടുണ്ടോ? ഞാൻ നിരാശപ്പെട്ട് ജീവിതത്തിൽ മറുപടിയില്ലാതെ വേദനപ്പെട്ടവർ വന്നിട്ടുണ്ടോ? ഇതിനകത്ത് ദൈവം പറയുന്നു, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ദൈവിക ദൈവിക മനസ്സ് കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഇതിനകത്ത് ദൈവം കൈമാറാൻ പറയുന്നു. പറയാൻ പറ്റുന്നു 21 ദിവസങ്ങൾ കൊണ്ട് നടക്കേണ്ടത് ആശ്രത്തമുള്ള കുടുംബ അപമാനമാകാതിരിക്കാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതൂത് മനസ്സിൽ പതിയട്ടെ. 21 ദിവസം വേണ്ട കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ, 21 ദിവസം വേണ്ട അവസ്ഥകൾക്ക് വ്യതിയാനം വരുത്താൻ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഒരു ദൈവിക മകത്വം. എത്ര വേണമേ പറയുന്നവരുണ്ട്. ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബിസിനസിന് പരാജയങ്ങൾ വഴിമാറട്ടെ. കുടുംബത്തിൽ ദൈവിക മഹത്വം വഴിമാറട്ടെ. തലമുറയ്ക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ. ശിശുവിന് അടുത്ത ലെവൽ വലിപ്പത് വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ജനിക്കുന്ന രോഗശേഖരികളാകട്ടെ. ഈ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മേ കരകൾ ഉയർത്തി കർത്താവിന് നല്ലവണ്ണം ഒരു ഹാലരിയ നല്ല ശക്തിയോടുള്ള ഹാലരിയ
ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം വെച്ച് ദൈവദാസന്മാരോടുള്ള നന്ദി വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്ന ദൈവം അറിയിച്ചാൽ സമയത്ത് കടന്നു പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.